ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് നമ്മളുള്ളത്. 13-ാം വാർഡിൽ ഈ ചെല്ലാനം പഞ്ചായത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരേ ഒരു സ്ഥാനാർത്ഥിയുള്ളത് ഈ വാർഡിൽ മാത്രമാണ്. 13-ാം വാർഡിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജോർജ് KX വർഗീസ് കാളിപ്പറമ്പിൽ എന്ന് അറിയപ്പെടുന്നു. നമസ്കാരം. എന്താണ് ഈ ഒരു ഇലക്ഷൻ പ്രചരണവുമായിട്ട് ഇറങ്ങുമ്പോഴുള്ള പ്രതികരണം? എന്താണ് ഇലക്ഷൻ പ്രചരണവുമായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഈ മത്സരിക്കാനുള്ള ആ വേദിയിലേക്ക് എത്തിച്ചത്. കാരണം വർഷങ്ങളായി ചെല്ലാനത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു മാരണമാണ് കടലാക്രമണം. ആ കടലാക്രമണ പ്രതിവിധികൾ നടത്തുമ്പോൾ അതിൽ നടക്കുന്ന അഴിമതിയെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ 2 സർക്കാരുകളുമായിട്ട് പോരാട്ടം നടത്തിയിട്ടുള്ളതാണ്. അവരിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് വെച്ചാൽ ഭീഷണികളും പരസ്യ ഭീഷണികൾ. എൻ്റെ വീട്ടിലോട്ട് ഒരു പാർട്ടി UDF ആണ് 2014 കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിലോട്ട് ജാഥ വന്നു. എന്ന് വെച്ചാൽ ഞാൻ പരാതികളിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഞാൻ ആ പരാതികളിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല എന്ന് വെച്ചാൽ നാടിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്ക് അതിനോട് നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കില്ലായിരുന്നു. ഇറങ്ങിയാൽ എനിക്ക് ഈ പറയുന്ന നാട്ടിൽ നടക്കുന്ന അഴിമതിയിൽ പങ്കുചേരാമായിരുന്നു. ഇത് കഴിഞ്ഞ കാലത്ത് 2019 ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ വന്നു. അവരും എന്നെ ഭീഷണിപ്പെടുത്തി പരസ്യമായിട്ട്. പക്ഷേ ആ ഭീഷണികളൊക്കെ എല്ലാം ഞാൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഞാൻ നേരെ മുന്നോട്ട് പോയി. ഇന്ന് ചെല്ലാനത്തിൻ്റെ തീരപ്രദേശത്തിന് അതുകൊണ്ടുള്ള ഗുണമുണ്ടായി. അന്നത്തെ എൻ്റെ പോരാട്ടം ഇന്നിവിടെയുള്ള ജനങ്ങൾക്ക് രക്ഷയായി. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ആ ഒരൊറ്റ വിഷയത്തിലാണ്, ചെല്ലാനത്തെ രക്ഷപ്പെടുത്തിയ വിഷയത്തിലാണ് ഞാൻ എൻ്റെ 13-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അപ്പം അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ ഇതിൽ ഈ പറയുന്ന മത്സരത്തിൽ നിൽക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ തീരുമാനിച്ചാൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കേണ്ട ഒരു വ്യക്തിയാണ് അത്. എൻ്റെ ഈ വ്യക്തിത്വത്തിന് ആം ആദ്മി പാർട്ടിയുടെ ആശീർവാദമുണ്ട്. ഞാൻ കൊച്ചി മണ്ഡലം പ്രസിഡന്റും കൂടിയാണ് ആം ആദ്മി പാർട്ടിയുടെ. ഈ ജനങ്ങൾ എന്താണ് എനിക്ക് തരുന്ന പ്രതിഫലം എന്നുള്ളത് നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. ബഹുഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. 2 പാർട്ടിയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ജയിക്കാനുള്ള സാധ്യതകൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ മുന്നിൽ കണ്ടിട്ടുണ്ട്. കാണുന്നതിനാണ് വിശ്വസിക്കുന്നത്. കാണാത്ത വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് പതിരുന്നതല്ല ഞാൻ. ചെയ്ത കാര്യങ്ങൾ, ഇവിടെ നടത്തിപ്പിച്ച കാര്യങ്ങൾ, അതെല്ലാം ഇവിടെ ബാക്കി പത്രമാണ്. ഇന്ന് കടപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇന്ന് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മൾ ആരെയും ക്ഷണിച്ചിട്ട് വരുന്നതല്ല, അവർ ഇത് കണ്ട് കേട്ടു എന്നാണ്. അതിന് ഒരു കാരണക്കാരൻ്റെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങൾക്കും നിലകൊണ്ട ഒരാളാണ് ജോർജ് കാളിപ്പറമ്പിൽ എന്ന് പറയുന്ന വർഗീസ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലാണ്ട് ഈ പറയുന്ന ഇലക്ഷൻ കാലഘട്ടത്തിൽ കുറേ പ്രലോഭനങ്ങളും ഇവിടെ ഇപ്പൊ കാണുന്ന അതാണ്. ഇലക്ഷൻ കാലഘട്ടം എന്ന് വെച്ചാൽ എന്തോ ഒരു പെരുന്നാൾ എടുക്കാൻ പോലെയാ. അത് എല്ലാ കാലവും അത് തന്നെയാ. ആ ചെറിയ സമയത്തിനുള്ളിൽ ഈ സാധാരണ ജനങ്ങളെ എന്തോ ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് ആ വോട്ട് സമ്പാദിക്കുവാൻ വേണ്ടി കാണിക്കുന്ന തത്രപ്പാട് അത് എവിടം വരെയും വരുമെന്നുള്ളത് അത് നമുക്ക് കാണാം. ഈ നമ്മുടെ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത് എത്തരത്തിലാണ് ഈ ഇത്രയും നാൾ നടന്നിരുന്നത്? വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെയുള്ള ഓരോ പ്രോജക്റ്റുകളും വരുമ്പോൾ അതിൽ നിന്ന് 40-30% മാത്രമേ ആ പ്രോജക്റ്റുകൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള പണം മുഴുവനും രാഷ്ട്രീയ മേലാളന്മാരും ഉദ്യോഗസ്ഥരും പിടുങ്ങിക്കൊണ്ടുപോകണേ. ഇത് ചോദിക്കാൻ ആരുമില്ല ഇവിടെ. ചോദിക്കുന്നവന്റെ നേരെ ഈ പറയുന്ന 2 രാഷ്ട്രീയ പാർട്ടികളും കൈ ഉയർത്തിക്കൊണ്ടുവരും. അതാണ് ഇവിടെ ആരും ചോദിക്കാത്തത്. പക്ഷെ അതിന് വിഘ്നമായിരുന്നു ജോർജ് കാളിപ്പറമ്പൻ. ഇവിടെ ഇപ്പൊ ഇത് ഏറ്റവും വലിയൊരു വിഷയമുണ്ട്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്, എല്ലാവരും അറിഞ്ഞിരിക്കുക. 2019 ഓക്കി ദുരന്തത്തിന് ശേഷം വളരെയേറെ മുറവിളി കൂട്ടിക്കൊണ്ടാണ് ഈ ഉപ്പത്തക്കാട് തോട് അത് പുനരുദ്ധരിക്കണമെന്നും പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. അത് കളക്ടറേറ്റിൽ കൂടിയ യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്ത് ഇവിടെ 3 ഡെപ്യൂട്ടി തഹസിൽദാർമാരും 1 തഹസിൽദാരും കൂടി പിന്നെ അവരുടെ സർവേയർമാർ കൂടി വന്നിട്ടും ദിവസങ്ങളോളം കൊണ്ടാണ് ഈ 4.5 കിലോമീറ്റർ ഉപ്പത്തക്കാട് തോട് സർവേ നടത്തിയത്. ആ സർവേ നടത്തിയിട്ട് 2019-20 കാലയളവിൽ ഇത് പഞ്ചായത്തിന് കൈമാറിയിട്ട് അവരൊരു പഞ്ചായത്ത് കമ്മിറ്റികൾ പോലും അവർ കൂടിയില്ല. പഞ്ചായത്ത് കമ്മിറ്റി കൂടിയില്ല അവര്. എന്ന് വെച്ചാൽ ഇത് ആർക്ക് വേണ്ടിയാണ്? എന്തിനാണ് ഈ പഞ്ചായത്ത് ഇവിടെ? ഞാൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ച് പരാതി കൊടുത്ത് അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമല്ലോ. അത് അനുസരിച്ച് ചെല്ലാനം പഞ്ചായത്തിൻ്റെ കത്തുകൾ വന്ന് അവസാനം ഇപ്പൊ പറയുന്നത് അന്ന് ഇത്രയും പ്രയാസപ്പെട്ട് ഇത്രയും കാശുകൾ മുടക്കി ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ചെല്ലാനത്തിന്റെ മുഖം തന്നെ മാറുന്ന ഒരു വിഷയമാണ് ഉപ്പത്തക്കാട് തോട് പുനരുദ്ധരിക്കൽ എന്ന് വെച്ചാൽ. ആ രേഖകൾ ഇല്ല എന്ന് പറയുമ്പോൾ
ഇവരാരായിരുന്നു ഇവിടെ ഭരിക്കാൻ പോയി നിന്ന് വെച്ചവർ ആരായിരുന്നു? അവിടെ പ്രസിഡന്റ് ഉണ്ടായല്ലോ, സെക്രട്ടറി ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ചോദിച്ചേ, ഇന്ന് വരെ ഇവിടെയുള്ള ഇടത് വലത് പക്ഷങ്ങൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടില്ലേ, ഞാൻ അതിനുള്ളിൽ ആരെങ്കിലും ചോദിച്ചോ? ഇപ്പോഴും ചോദിച്ചില്ല. ആ ഉപ്പത്തക്കാട് തോട് അത് അതുപോലെ തന്നെ ഈ റീഫോർമേഷൻ നടത്തി നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏതറ്റം വരെ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാൽ തന്നെയും കടൽ ഭിത്തി നിർമ്മാണത്തിൽ ഇടപെട്ടതുപോലെ തന്നെ വർഗീസ് കാളിപ്പറമ്പൻ ഇടപെടുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജനം തീരുമാനിക്കട്ടെ, ഇനി ജനത്തിന് വിട്ടുകൊടുക്കുകയാണ്. വേറെ എന്താണ് നമുക്ക് ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഒരു വികസന കാഴ്ച? എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഈ പറയുന്ന 13-ാം വാർഡിന്റെ കിഴക്കൻ മേഖല, ഈ കിഴക്കൻ മേഖല എന്ന് വെച്ചാൽ ഒരു ടൂറിസത്തിന് പറ്റിയ ഒരു മേഖലയാണ്. അതിൽ ഈ പറയുന്ന മറവക്കാട്, കൊണ്ടേച്ചങ്കാട് ഉൾപ്പെടെ ഒരു റിംഗ് റോഡ് വരുമെന്നാണെങ്കിൽ അതിവിടെ ഒരു മാറ്റങ്ങളുണ്ടാവും. ഈ കിഴക്കൻ പ്രദേശത്ത് കിടക്കുന്ന ആൾക്കാർ ചെള്ളയിൽ ചവിട്ടിയും നീന്തിയൊന്നും പോകണ്ട. അതൊന്ന്. രണ്ട്, ഈ കൊണ്ടേച്ചങ്കാട്ടിൽ തന്നെ കയർ സൊസൈറ്റിയുടെ ഒരു കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, പറമ്പ് കിടപ്പുണ്ട്, ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ്. ആ സ്ഥലം ടൂറിസത്തിന് വേണ്ടി ഉപയോഗിച്ച് ടൂറിസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണം. 3, ഇവിടെ ഒരു കയർ സൊസൈറ്റി ഉണ്ട് ഗണപതി കാട്ടിലെ അമ്പലത്തിൻ്റെ നേരെ. ആ കയർ സൊസൈറ്റി പ്രായമായവർക്ക് വേണ്ടി ഒരു പകൽ വീട്, അവരുടെ കാര്യങ്ങൾ നോക്കാനും അവർക്ക് സന്തോഷത്തോടെ അവിടെ സമയം ചെലവഴിക്കാനുള്ള ഒരു പകൽ വീട് അവിടെ നിർമ്മിക്കണം. ഇനി ഉള്ളത് പടിഞ്ഞാറോശം വരമ്പള്, ഈ പറയുന്ന 13 പടിഞ്ഞാറോശം തീരദേശ റോഡ്. ഇപ്പോൾ ഈ പറയുന്ന ടെട്രാപോഡ് നിർമ്മിതികളൊക്കെ നടത്തിയ സ്ഥലത്ത് കൂടി ഒരു റോഡുണ്ട്. ആ റോഡ് അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടിയും പ്രയത്നിക്കും. 3, ഉപ്പത്തക്കാട് തോട് ക്ലിയർ ആക്കണം. 4, ഈ പറയുന്ന ടെട്രാപോഡ് നിർമ്മിതിയുടെ കരഭാഗത്തോട് കൂടി ഒരു കാണ പോകുന്നുണ്ട്. ആ കാണ ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല. കാണ വന്നാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാവുള്ളൂ. ആ കാണ വരണമെന്നാണെങ്കിൽ ഉപ്പത്തക്കാട് തോട് സർവേ നടത്തിയതിൻ്റെ രേഖകളെല്ലാം ഇറിഗേഷൻ വകുപ്പിന് കൊടുക്കണം. അതിപ്പോഴും കൊടുത്തിട്ടില്ല, എന്ന് വെച്ചാൽ രേഖയില്ലാത്തതല്ലേ. അപ്പൊ എന്താണ് പറ്റണത്? ഇവിടെ ഒരു വ്യാഴവട്ടക്കാലം പിന്നെയും പോണേണ്. ഈ ഇവിടെയുള്ള ജനങ്ങൾ, ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ എല്ലാ കുതന്ത്രങ്ങളും ഇവിടെ എന്താ നടന്നേക്കണത്? പഞ്ചായത്തിൽ എന്താ നടക്കണത്? ബന്ധപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, കരിങ്കൽ ഭിത്തി നിർമ്മാണത്തിന്റെ ഒക്കെ അനുവദിക്കുന്ന കല്ലുകൾ ചെറിയ കല്ലുകളാണെന്നും പറഞ്ഞാണ് ഞാൻ പോയത്. വലുപ്പത്തിന്റെ വിഷയത്തിൽ ഞാൻ 2012 നീങ്ങണത്. അത് പോയിട്ടാണ് ഇന്നത്തെ ഈ ഭിത്തി നിർമ്മാണം നടന്നേക്കണത്. അത് ആർക്കും അതിന് ഞങ്ങളാണ് ചെയ്തതെന്ന് ചെയ്യിച്ചെന്ന് പറയാൻ പറ്റില്ല. അതിലൊരു എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിക്ക് എൻ്റെ പങ്കുണ്ട്. അതിന് 100% വർഗീസ് കാളിപ്പറമ്പിനുണ്ട് അത് പങ്ക്. ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. ജനങ്ങൾ വിസ്മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഏതായാലും ഈ നാട്ടിലെ വികസന പ്രവർത്തനവുമായിട്ട് ധാരാളം ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് സാധിച്ചു. അതിന് വികസന സ്വപ്നങ്ങൾ, ഈ അടിസ്ഥാന വികസന സ്വപ്നങ്ങൾ ഇതെല്ലാം പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് താങ്കൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ ഈ 13-ാം വാർഡിൽ നിന്ന് ഇവിടെയുള്ള ജനങ്ങൾ, സാധാരണ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് വിട്ടാൽ ഇന്ന് വരെയും കാണാത്ത രീതിയിലുള്ള പഞ്ചായത്തായിരിക്കും ഇവിടെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നത്. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയുമില്ല. ഒരു പരിപാടിക്കോ എട്ടുമീതിക്കോ നമ്മൾ നിൽക്കില്ല. ഇന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നാ. അവര് അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്താ? ജനത്തിനെ വഞ്ചിക്കണം. ഈ ജനത്തിനെ വഞ്ചിക്കാനല്ലേ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് പ്രചരണം നടത്തുന്നത്. എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മൾ 2-3-4 ബോർഡ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. ബാക്കി നടക്കണം എന്താ? ലക്ഷങ്ങളാ മുടക്കണം പല രീതിയിൽ. ഏതായാലും ആം ആദ്മി പാർട്ടി ഈ ഒരു വാർഡ് പിടിച്ചെടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് ജനങ്ങളോടാണുള്ളത്. ജനങ്ങളിൽ തന്റെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്, വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം വർഗീസ് കാളിപ്പറമ്പില് വോട്ട് ചോദിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്നത്. കഴിഞ്ഞ കാലയളവിൽ ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും അത് ഇനിയും തുടർന്നു പോകുവാനായിട്ടുള്ള ആ ഒരു ജനത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് അദ്ദേഹം മുന്നിൽ കാണുന്നത്. അദ്ദേഹം ചൂൽ എന്ന് പറയുന്ന ആ ഒരു അടയാളത്തിൽ വോട്ടുകൾ ചോദിച്ചുകൊണ്ട് ചൂല് കൊണ്ട് തന്നെ അടിച്ച് ഇവിടത്തെ വൃത്തിയാക്കുവാനായിട്ടുള്ള ഒരു നടപടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ലിജൻ ജെയിംസിനൊപ്പം റിഡ്ജൻ റബല്ലോ, മെട്രോ 7 ന്യൂസ്.